ഇത് ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിനുമുണ്ട് പറയാൻ ഒരുപാട് കഥകൾ. ഞങ്ങൾ ഏങ്ങണ്ടിയൂർക്കാരുടെ പൂരത്തിന് തുടക്കം കുറിക്കുന്ന ഞങ്ങളുടെ പൊക്കുളങ്ങര അമ്മയുടെ കഥയാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരു സന്ധ്യാസമയം സഹോദരങ്ങളായിട്ടുള്ള കാളികൾ നടക്കാനിറങ്ങി. അങ്ങനെ നടന്ന് പരവശയായുള്ള കാളികൾ ഒരു മരച്ചുവട്ടിൽ വിശ്രമത്തിനായി ഇരുന്നു. അങ്ങനെ കുഞ്ഞിക്കാളിക്ക് ഭയങ്കര വിശപ്പ്. ചുറ്റും നോക്കിയപ്പോൾ അങ്ങ് മാറിയൊരു കൂരയിൽ ഒരു വെട്ടം തെളിഞ്ഞു. വേഷം മാറിയെത്തിയ ആ കാളി ആ കുടുംബത്തിലേക്ക് കയറി ചെന്ന് ചോദിച്ചു, എനിക്ക് വല്ലാതെ വിശക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും തരണേ എന്ന്. അവർ ഒട്ടും മടിക്കാതെ അവരുടെ കയ്യിലുണ്ടായിരുന്ന തവിട് കുറുക്കിയത് കാളിക്ക് കൊടുത്തു. കാളി അത് സമൃദ്ധിയായി സേവിച്ചു. അങ്ങനെ ആ സേവയും കഴിഞ്ഞ് തിരിച്ച് സഹോദരങ്ങളുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ചുണ്ടിലും കവിളിലും തവിട് തിന്നതിൻ്റെ അവശിഷ്ടങ്ങളിരിക്കുന്നു. കാളിയോട് ചോദിച്ചു, എന്താ കാളി നിൻ്റെ മുഖത്ത്? കാളി പറഞ്ഞു, ഞാൻ ആ കൂരയിൽ നിന്ന് ഭക്ഷിച്ചു. അങ്ങനെ ചേച്ചിമാരായിട്ടുള്ള കാളികൾ പറഞ്ഞു, പോ കാളി കുളത്തിലേക്ക്, നീ ഇനി ഞങ്ങളോട് കൂടെ വരണ്ട. ആ കുളത്തിലേക്ക് കാളി അങ്ങ് ഇറങ്ങിച്ചെന്നു. പിന്നീട് അവിടെ ഇരുന്നു. പിന്നെ ആ ദേശം അറിയപ്പെട്ടത് പൊക്കുളങ്ങര എന്നായിരുന്നു. പോ കാളി കുളത്തിലേക്ക് എന്ന് പറഞ്ഞതുപോലെ തന്നെ കാളി പോയി. കാളി ഇരുന്നിടം പൊക്കുളങ്ങര എന്നറിയപ്പെട്ടു. അപ്പോൾ ഈ സഹോദരങ്ങളായിരുന്നു ആയിരങ്കണ്ണി ഭഗവതിയും പൊക്കുളങ്ങര ഭഗവതിയും നമ്മുടെ കരിവന്തല ഭഗവതിയും. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയി. ഇന്നും ആ ആചാരത്തിനൊരു കോട്ടവും വരുത്താതെ ദേവി ഇരുന്ന കുളത്തിനു ചുറ്റും ആനകൾ പ്രദക്ഷിണം വെച്ച് തൊഴുതു വലം വെച്ചതിന് ശേഷം മാത്രമേ പൂരത്തിന് അവസാനമാകൂ. അന്ന് കാളി ഏറെ സ്വാദോടു കൂടി കഴിച്ച ആ തവിട് കുറുക്ക് ഇന്ന് കാളി നിവേദ്യം എന്ന പേരിൽ കൊല്ലത്തിൽ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യമായിട്ട് അവിടെ വഴിപാടായിട്ട് സ്വീകരിക്കുന്നു. അപ്പോൾ ഈ വരുന്ന 16-ാം തീയതി ഞങ്ങളുടെ പൊക്കുളങ്ങര അമ്മയുടെ പൂരമാണ്. അപ്പോൾ പൂരത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം നേർന്നുകൊണ്ട് മല്ലു റബ്ബർ.